യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും എക്കാലങ്ങളും കൊതിക്കുന്നൊരു കാര്യമാണ് പിശാചിന്റെ പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറണം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, പിശാച് എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അവന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്തോ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനകത്തോ അവന്റെ ബുദ്ധിമണ്ഡലത്തിലോ അവന്റെ കുടുംബജീവിതത്തിലോ അവന്റെ ഭാവിയുടെ മുമ്പിലോ സാത്താൻ തന്റെ പ്രവൃത്തി കൊണ്ട് അവന്റെ ജീവിതത്തെ കുരുക്കുകയോ ബന്ധിക്കുകയോ തകർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആര് വിടുവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നീ വിഷമിക്കേണ്ട. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കു ദൈവത്തെ. അവന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശുക്രിസ്തുവിന്റെ അല്പകാലമുള്ള ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ 4 സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എവിടൊക്കെ പിശാചിന്റെ പ്രവൃത്തി അരങ്ങേറിയിട്ടുണ്ടോ അവിടൊക്കെ ചെന്ന് കർത്താവ് ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു മാറ്റിയ ചരിത്രം എവിടെയുണ്ട്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു മാറ്റാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 42 വയസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, 16 വർഷമായി ഒരു മാനസിക രോഗിയായി മാനസിക രോഗത്തിന്റെ ഗുളികകൾ കഴിച്ച് ജീവിച്ചു വന്നയാളാ ഞാൻ. സ്തോത്രം. എന്നാൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് അവിടെ ശുശ്രൂഷിക്കുവാൻ വന്ന ദൈവത്തിന്റെ ദാസൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു, നിന്നെ അലട്ടുന്ന രോഗം രോഗമല്ല, അതൊരു പൈശാചിക ബന്ധനമാണ്. ആ ദൈവദാസൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ തന്റെ ടാബ്ലറ്റുകളെല്ലാം മാറ്റി അദ്ദേഹം എന്നോട് പറയുക, ഒരു ഗുളിക പോലും മാനസിക രോഗത്തിന് കഴിയാതെ സന്തോഷവും സംതൃപ്തിയുമുള്ള ലൈഫ് ഞാൻ നയിക്കുക. ഞാൻ ഈ വചനം നിങ്ങളെ ഉറപ്പിക്കാനായി ടെസ്റ്റിമണി പറഞ്ഞത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഏതെങ്കിലും തരത്തിലുള്ള സാത്താന്റെ പ്രവൃത്തി നിന്റെ ജോലിയിലോ കുടുംബത്തിലോ കുടുംബജീവിതത്തിലോ സമ്പത്തിലോ ആത്മികത്തിലോ നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന പുതിയ അഭിഷേകം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവം പകരട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്വാമി, മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ജീസസ്, ശത്രു തന്റെ പ്രവർത്തികൾ കൊണ്ട് കുടുംബങ്ങളെ വ്യക്തികളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രവർത്തികളെ അഴിക്കുന്ന ആ പുതിയ അഭിഷേകം, ആ ദൈവകൃപ ഇന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ വരണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിശാചിന്റെ പല പ്രവൃത്തികളും നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയുവാൻ സമയമായി. God bless you.